Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 4ലെ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ്. പാർട്ട് ബി ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു 1 minus 1 by 3 z inverse all divided by 1 minus z inverse into 1 plus 2 z inverse with ROC mod z greater than 2. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു എക്സ് ഓഫ് സെഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. കൂടാതെ ആർ ഒ സിയും തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന്. ഇത് ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് നമുക്ക് ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കാണുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ വഴിയാണ് ഇത് ചെയ്യുന്നത്. അതിനായിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെറ്റ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ഈ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത്. സെറ്റ് സ്ക്വയർ കൊണ്ട് ന്യൂമറേറ്റർ ചെയ്തപ്പോൾ സെറ്റ് സ്ക്വയർ ഇൻറ്റു 1 minus 1 by 3 സെഡ് ഇൻവേഴ്സ് all divided by ഡിനോമിനേറ്ററിൽ രണ്ട് ടേം ഉണ്ട്, 1 minus z ഇൻവേഴ്സും 1 plus 2 z ഇൻവേഴ്സും. അപ്പോൾ ആ സെഡ് സ്ക്വയറിനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. z ഇൻറ്റു 1 minus z ഇൻവേഴ്സ് ഇൻറ്റു z ഇൻറ്റു 1 plus 2 z ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിലെ സെഡ് സ്ക്വയറിലെ ഒരു സെഡിനെ എക്സ് ഓഫ് സെഡ് ബൈ സെഡ് ഫോമാറ്റിലേക്ക് മാറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു ദെൻ സെഡ്, ബാക്കി വരുന്ന സെഡിനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കൊടുത്തു. ദാറ്റ് ഈസ് സെഡ് മൈനസ് 1 by 3 എന്ന് വരും. ഡിനോമിനേറ്ററിൽ എന്ത് വരും? സെഡ് മൈനസ് 1 ആൻഡ് സെഡ് പ്ലസ് 2. ഓക്കെ, ഇനി ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇത് ഈസ് ഓൾ പി ബൈ ക്യൂ ഫോമിലുള്ള ഈ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു എ ബൈ സെഡ് മൈനസ് 1 പ്ലസ് ബി ബൈ സെഡ് പ്ലസ് 2 എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യും? സെഡ് മൈനസ് 1 by 3 ഈസ് ഈക്വൽ ടു എന്ത് വരും? എ ഇൻറ്റു സെഡ് പ്ലസ് 2. അതെങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ രണ്ട് സൈഡിലും, അതായത് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? എൽ എച്ച് എസിൽ സെഡ് മൈനസ് 1 by 3 മാത്രമേ വരുള്ളൂ. ആർ എച്ച് എസിൽ എ ബൈ സെഡ് മൈനസ് 1 ആണ് ഫസ്റ്റ് ടേം. എ ബൈ സെഡ് മൈനസ് 1നെ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെഡ് മൈനസ് 1 ടേം ക്യാൻസൽ ആയിട്ട് ബാക്കിയുള്ള സെഡ് പ്ലസ് 2 ടേം മാത്രം വരും. അതേപോലെ ബി ബൈ സെഡ് പ്ലസ് 2നെ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെഡ് പ്ലസ് 2 ക്യാൻസൽ ആയിട്ട് ബി ഇൻറ്റു സെഡ് മൈനസ് 1 ടേം മാത്രം വരും. ഓക്കെ, അപ്പോൾ ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷനിൽ വരുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഞാൻ സെഡ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് സെഡ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? സെഡ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബിയുടെ കോഎഫിഷ്യന്റ് 0 ആയി പോകും. അപ്പോൾ എയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആ മെത്തേഡ് വഴി പുട്ട് സെഡ് ഈക്വൽ ടു 1, then LHS become 1 minus 1 by 3. ഓക്കെ, 1 minus 1 by 3 എന്ത് വരും? 2 by 3. 2 by 3 is equal to 2 plus 1 3 into a, 3a. That is a equal to 2 by 9. ഇതേപോലെ അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. ഇനി ബിയുടെ വാല്യൂ കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്? സെഡിൻ്റെ കോഎഫിഷ്യൻസ്, എൽ എച്ച് എസിലും ആർ എച്ച് എസിലുള്ള സെഡിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്തു. എൽ എച്ച് എസിൽ സെഡിൻ്റെ കോഎഫിഷ്യൻസ് 1 ആണ്, ദാറ്റ് ഈസ് 1. ഇനി ആർ എച്ച് എസിൽ എന്താണ് കോഎഫിഷ്യൻ്റ്? എയും ഉണ്ട് ബിയും ഉണ്ട്. എ പ്ലസ് ബി, ദാറ്റ് ഈസ് എ പ്ലസ് ബി ഈക്വൽ ടു 1. എ നമുക്ക് 2 by 9 ആണെന്ന് അറിയാം. ദെൻ ബി ബിക്കം 1 minus 2 by 9, ദാറ്റ് ഈസ് 7 by 9. അങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി എക്കും ബിക്കും വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് എക്സ് ഓഫ് സെഡ് ബൈ സെഡിലെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് സെഡ് ബൈ സെഡ് എന്ന് പറഞ്ഞാൽ എ ബൈ സെഡ് മൈനസ് 1 പ്ലസ് b by z plus 2. Substituting the values of a and b, we get x of z by z equal to 2 by 9 into 1 by z minus 1 plus 7 by 9 into 1 by z plus 2. Then x of z എന്താവും? ഈ z കൊണ്ട് എല്ലാ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ z by z minus 1ഉം z by z plus 2 ആയിട്ട് മാറും. നമുക്ക് തന്നിട്ടുണ്ട് ആർ ഒ സി എന്ന് പറഞ്ഞാൽ മോഡ് z ഗ്രേറ്റർ ദാൻ 2 ആണ്. അപ്പോൾ എന്ത് വരും? ഫ്രം ആ സെഡ് പ്ലെയിൻ നമുക്ക് കിട്ടും സിസ്റ്റം കോസൽ ആണ്. ഗ്രേറ്റർ ദാൻ 2, മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 2. ഔട്ട്സൈഡ് ദ ഔട്ടർ സർക്കിൾ ആണ്, ഔട്ടർ റിംഗ് ആണ്. അപ്പോൾ അത് കോസൽ സീക്വൻസ് ആണ്. കോസൽ സീക്വൻസ് ആണെങ്കിൽ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എടുത്ത് എക്സ് ഓഫ് സെഡിൻ്റെ ഇൻവേഴ്സ് എടുത്ത് എക്സ് ഓഫ് എൻ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by 9 സെഡ് ബൈ സെഡ് മൈനസ് 1 യു ഓഫ് എൻ, 7 by 9 സെഡ് ബൈ സെഡ് പ്ലസ് 2 എന്ത് വരും? മൈനസ് 2 റേസ് ടു എൻ യു ഓഫ് എൻ. സെഡ് ബൈ സെഡ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എൻ യു ഓഫ് എൻ ആണ്. സെഡ് ബൈ സെഡ് പ്ലസ് എ പറഞ്ഞാൽ എ റേസ് ടു മൈനസ് എ റേസ് ടു എൻ യു ഓഫ് എൻ. അങ്ങനെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ കൺവല്യൂഷൻ ഓഫ് ദ സിഗ്നൽസ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു കോസ് പൈ എൻ യു എൻ
h of n equal to 1 by 2 all the raised to n u of n. കൺവല്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ. രണ്ട് സിഗ്നൽസ് തന്നിട്ടുണ്ട്. നമുക്ക് y of n എന്ന് പറഞ്ഞാൽ എന്താണ്? x of n കൺവല്യൂഷൻ h of n ആണ്. ദാറ്റ് ഈസ് ഇതിന്റെ കൺവല്യൂഷൻ പ്രോപ്പർട്ടി പ്രകാരം സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ഒരു കൺവല്യൂഷൻ ഓഫ് ടു സിഗ്നൽ ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ദാറ്റ് സിഗ്നൽ. ഓക്കെ, ദാറ്റ് ഈസ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് സെഡ് ഇൻറ്റു എച്ച് ഓഫ് സെഡ് ആണ്. വൈ ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് ഓഫ് സെഡ് ഇൻറ്റു എച്ച് ഓഫ് സെഡ്. അപ്പോൾ ഇതിന്റെ കൺവല്യൂഷൻ കാണാൻ ഇതിന്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടിട്ട് ഓരോ സിഗ്നലിന്റെയും സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നോക്കാം. എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ കോസ് പൈ എൻ യു ഓഫ് എൻ ആണ്. അതിന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? സെഡ് ഇൻറ്റു കോസ് ഒമേഗ എന്നിന്റെ സെറ്റ് ട്രാൻസ്ഫോം സെഡ് ഇൻറ്റു സെഡ് മൈനസ് കോസ് ഒമേഗ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 2z കോസ് ഒമേഗ പ്ലസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒമേഗയുടെ വാല്യൂ എന്താണ്? പൈ ആണ്. അപ്പോൾ ഈ ഇക്വേഷനിലെ ഒമേഗയ്ക്ക് പൈ കൊടുത്തു. ദാറ്റ് ഈസ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് കോസ് പൈ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് 2z കോസ് പൈ പ്ലസ് 1. കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്താവും? സെഡ് ഇൻറ്റു സെഡ് പ്ലസ് 1 കോസ് പൈ -1 -1 മൈനസ് പ്ലസ് 1. സെഡ് സ്ക്വയർ മൈനസ് എന്നുള്ളത് പ്ലസ് ആവും 2z ബിക്കോസ് കോസ് പൈ ഈക്വൽ ടു -1 പ്ലസ് 1. ഈ ഡിനോമിനേറ്ററിലുള്ള പോളിനോമിയൽ എങ്ങനെ ഇടാം? സെഡ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമാറ്റിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് സെഡ് പ്ലസ് 1ഉം സെഡ് പ്ലസ് 1ഉം ക്യാൻസൽ ആയ എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ബൈ സെഡ് പ്ലസ് 1 ആയി. അപ്പോൾ നമുക്ക് എക്സ് ഓഫ് സെഡ് കിട്ടി. ഇനി എച്ച് ഓഫ് സെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് ഓഫ് സെഡ് എന്താണ്? എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് 1 by 2 all raised to n u of n. a raised to n u of n ൻ്റെത് സെഡ് ബൈ സെഡ് മൈനസ് എ ആണ്. ദാറ്റ് ഈസ് സെഡ് ബൈ സെഡ് മൈനസ് 1 by 2. അപ്പോൾ എച്ച് ഓഫ് സെഡും കിട്ടി, ആർ ഓഫ് സെഡും എക്സ് ഓഫ് സെഡും കിട്ടി. ദെൻ വൈ ഓഫ് സെഡ് എന്താ? അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൺവല്യൂഷൻ പ്രോപ്പർട്ടി പ്രകാരം അതിൻ്റേത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് സെഡ് ബൈ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് ബൈ സെഡ് മൈനസ് 1 by 2. അതിൻ്റെ ആർ ഒ സി എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് ആദ്യത്തെ ഫംഗ്ഷൻ, അതായത് നമ്മുടെ എക്സ് ഓഫ് സെഡിന്റെ ആർ ഒ സി എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 ആയിരുന്നു. സെക്കൻഡ് ഫംഗ്ഷൻ എച്ച് ഓഫ് സെഡിന്റെ ആർ ഒ സി എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 by 2 ആണ്. അപ്പോൾ രണ്ടിൻ്റെയും കോമൺ ആയിട്ട് വന്ന ഇന്റർസെക്ഷൻ ആയിട്ട് വരുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളതാണ് അതിന്റെ ആർ ഒ സി ആയിട്ട് വരിക. ദെൻ ഇനി നമുക്ക് വൈ ഓഫ് എൻ കണ്ടുപിടിക്കണം. കൺവല്യൂഷൻ സിഗ്നൽ എൻ്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എടുത്ത് വൈ ഓഫ് എൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലെ സെഡ് സ്ക്വയർ ബൈ സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 by 2 ആണ്. അതിലെ ഒരു സെഡ് നമ്മൾ വൈ ഓഫ് സെഡ് ബൈ സെഡ് എന്ന് എഴുതി. എന്നിട്ട് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമാറ്റിൽ എഴുതിയപ്പോൾ എ ബൈ സെഡ് പ്ലസ് 1 പ്ലസ് ബി ബൈ സെഡ് മൈനസ് 2 സെഡ് മൈനസ് 1 by 2 എന്ന് വരും. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 by 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എൽ എച്ച് എസിൽ എന്ത് വരും? സെഡ് മാത്രം വരും. ആർ എച്ച് എസിലോ എ ഇൻറ്റു സെഡ് മൈനസ് 1 by 2. കാരണം സെഡ് പ്ലസ് 1 കോമൺ ആണ്. അത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരും, അത് ക്യാൻസൽ ആയി പോകും. പ്ലസ് ബി ബൈ സെഡ് മൈനസ് 1 by 2 ഇൻറ്റു സെഡ് പ്ലസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 by 2. അതിൽ സെഡ് മൈനസ് 1 by 2 കോമൺ ആണ്, അത് ക്യാൻസൽ ആയിട്ട് പി ഇൻറ്റു സെഡ് പ്ലസ് 1. ഓക്കെ, ഇനി നമ്മൾ സെഡിന് 1 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എയും ബിയും കണ്ടുപിടിക്കാനായിട്ടാണ് അത് ചെയ്യുന്നത്. എക്ക് സെഡിനെ 1 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ടേം 0 ആയി പോവും. എൽ എച്ച് എസിൽ സെഡ് ഈക്വൽ ടു 1 by 2 ബി ഇൻറ്റു സെഡ് പ്ലസ് 1 1 by 2 പ്ലസ് 1 ദാറ്റ് ഇസ് 3 by 2 ഇൻറ്റു ബി. ദെൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 3. ഓക്കെ, ഇനി സെഡിന് നമുക്ക് -1 കൊടുക്കാം. അപ്പോൾ ബി എന്ന് പറയുന്ന ടേം 0 ആയി പോകും. ദാറ്റ് ഇസ് സെഡ് ഈക്വൽ ടു -1 -1 1 by 2 -3 by 2 എ. ദാറ്റ് ഇസ് എ ഈക്വൽ ടു 2 by 3. അപ്പോൾ വൈ ഓഫ് സെഡ് ബൈ സെഡ് എന്ന് പറയുന്ന ഈ എക്സ്പ്രഷനിലേക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് 2 by 3 by സെഡ് പ്ലസ് 1 പ്ലസ് 1 by 3 by സെഡ് മൈനസ് 1 by 2. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താ? എന്നിട്ട് ഈ എൽ എച്ച് എസിലുള്ള ഡിനോമിനേറ്ററിലെ സെഡിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോയി. ദാറ്റ് ഈസ് വൈ ഓഫ് സെഡ് ഈക്വൽ ടു 2 by 3 ഇൻറ്റു സെഡ് ബൈ സെഡ് പ്ലസ് 1 പ്ലസ് 1 by 3 ഇൻറ്റു സെഡ് ബൈ സെഡ് മൈനസ് 1 by 2. അങ്ങനെയാകുമ്പോൾ വൈ ഓഫ് എൻ എന്ത് വരും? 2 by 3 ഇൻറ്റു മൈനസ് 1 raised to n u of n പ്ലസ് 1 by 3 ഇൻറ്റു 1 by 2 all raised to n u of n. അതൊരു കോസൽ സീക്വൻസ് ആയ കാരണമാണ് ഇവിടെ u of n വരുന്നത്. ഓക്കെ, അതിൻ്റെ ആർ ഒ സി എന്ന് പറയുന്നത് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്.
മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ് ഈ കൺവല്യൂഷൻ സിഗ്നലിൻ്റെ ROC. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് x of n equal to n into u of n minus u of n minus 8. ഇത് സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു പ്രോബ്ലം ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ യു ഓഫ് എൻ എന്ന് പറയുന്ന സിഗ്നൽ കൺസിഡർ ചെയ്തു. അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എന്താണ്? സെറ്റ് ബൈ സെറ്റ് മൈനസ് 1. ഇനി യു ഓഫ് എൻ മൈനസ് 8ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എന്തായിരിക്കും? അത് ടൈം ഷിഫ്റ്റിംഗ് ആണ്. യു ഓഫ് എൻ എന്ന് പറഞ്ഞ സിഗ്നൽ 8 എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താ? എക്സ് ഓഫ് എൻ മൈനസ് എമ്മിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ സെറ്റ് റേസ് ടു മൈനസ് എം എക്സ് ഓഫ് സെറ്റ് ആണ്. അപ്പോൾ ഇവിടെ സെറ്റ് റേസ് ടു മൈനസ് 8 സെറ്റ് ബൈ സെറ്റ് മൈനസ് 1 വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? ഈ യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ് 8 എന്ന് പറയുന്ന സിഗ്നലിനെ വൈ ഓഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ വൈ ഓഫ് സെഡ് എന്താവും? സെറ്റ് ട്രാൻസ്ഫോം ഓഫ് വൈ ഓഫ് എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് എൻ മൈനസ് യു ഓഫ് എൻ മൈനസ് 8. ഓക്കെ, y of z equal to z by z minus 1 minus z raised to minus 7 by z raised to minus 1. അതെങ്ങനെ വരും? z raised to minus 8 into z വരുമ്പോൾ z raised to minus 7 വരും. ഇതാണ് y of z. അതായത് ഈ തന്നിരിക്കുന്ന x of n ഈ ഒരു പോർഷൻ്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഇനി നമ്മളൊരു പ്രോപ്പർട്ടി വെച്ചിട്ട് അടുത്ത് ചെയ്യാണ്. By using differentiation in Z domain, n x of n ന്റെ സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ മൈനസ് സെഡ് ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് ഓഫ് സെഡ് ആണ്. അതായത് n കൊണ്ട് എക്സ് ഓഫ് സെഡിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം സെറ്റ് പ്ലെയിനിൽ അത് എന്താവും? ഈ എക്സ് ഓഫ് എന്നിൻ്റെ സെറ്റ് ട്രാൻസ്ഫോമിനെ ഡി ബൈ ഡി ഡെറിവേറ്റീവ് കാണും വേണം, അതിൻ്റെ കൂടെ മൈനസ് സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും വേണം. ഇതിപ്പോൾ ആ ഒരു ഫോമാറ്റിലാണ്. n ഇൻറ്റു വൈ ഓഫ് എൻ എന്ന് പറയുന്ന ഒരു ഫോമാറ്റാണ്. വൈ ഓഫ് എൻ അല്ലെങ്കിൽ വൈ ഓഫ് സെഡ് നമുക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവും കാണണം, അതിൻ്റെ കൂടെ ഒരു മൈനസ് സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും വേണം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ ഇൻറ്റു വൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ മൈനസ് സെഡ് ഇൻറ്റു ഡി ബൈ ഡി സെഡ് ഓഫ് വൈ ഓഫ് സെഡ്, ദാറ്റ് ഈസ് മൈനസ് സെഡ് ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് 1 മൈനസ് സെഡ് റേസ് ടു മൈനസ് 7 ബൈ സെഡ് മൈനസ് 1. അതായത് ഇത് യു ബൈ വി ഫോമാറ്റാണ്. അപ്പം എന്ത് വരും? ഡിവിഷൻ ഫോർമുല, ഡിഫറൻസിയേഷനിലെ ഡിവിഷൻ ഫോർമുല. Denominator into derivative of numerator minus numerator into derivative of denominator all divided by denominator the whole square. അതാണ് ഇത് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് മൈനസ് സെഡ് അതുപോലെ എഴുതിയിട്ടുണ്ട്. ഡി ബൈ ഡി സെഡിൻ്റെ സെഡ് ബൈ സെഡ് മൈനസ് 1നെ ആ യു വി ഫോർമുല അപ്ലൈ ചെയ്താൽ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഫസ്റ്റ് ന്യൂമറേറ്റർ ടേം അങ്ങനെ എഴുതി സെഡ് ഇൻറ്റു ഡിനോമിനേറ്ററിനെ ഡെറിവേറ്റീവ് എടുത്താൽ 1 വരും. ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ സെഡ് മൈനസ് 1ൻ്റെ സ്ക്വയർ മൈനസ് ഇതും അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? സെഡ് മൈനസ് 1 ഇൻറ്റു അപ്പോൾ ഇതിനെ ഡെറിവേറ്റീവ് എടുത്താൽ മൈനസ് 7 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 8 മൈനസ് സെഡ് റേസ് ടു മൈനസ് 7 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1ൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ചെയ്താൽ സെഡ് മൈനസ് 1 മൈനസ് സെഡ് വരും ന്യൂമറേറ്ററിൽ. ഈ ടേമിൽ ന്യൂമറേറ്ററിൽ എന്ത് വരും? സെഡ് റേസ് ടു മൈനസ് 7 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ മൈനസ് 7 സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു സെഡ് മൈനസ് 1 മൈനസ് 1 വരും. ഓൾ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1ൻ്റെ ഹോൾ സ്ക്വയർ. ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ മൈനസ് 7 പ്ലസ് 7 സെഡ് ഇൻവേഴ്സ് മൈനസ് 1. ഇനി അതിനെ ഡിനോമിനേറ്റർ രണ്ട് പാർട്ടിലും സെയിം ആണ്, അപ്പോൾ കോമൺ ആയിട്ട് എഴുതാം. അപ്പോൾ മൈനസ് 1 മൈനസ് 8 സെഡ് റേസ് ടു മൈനസ് 7 മൈനസ് 7 സെഡ് റേസ് ടു മൈനസ് 8, കാരണം സെഡ് റേസ് ടു മൈനസ് 7 കൊണ്ട് ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇത് രണ്ടും ക്ലബ് ചെയ്തിട്ട് എഴുതി. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും? സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ വൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് 8 സെഡ് റേസ് ടു മൈനസ് 6. ഇവിടെ ഒരു മൈനസ് സെഡ് ഇല്ലേ, ഈ മൈനസ് കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സെഡ് പ്ലസ് 8 സെഡ് റേസ് ടു മൈനസ് 6 പ്ലസ് 7 സെഡ് റേസ് ടു മൈനസ് 7 ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 1ൻ്റെ ഹോൾ സ്ക്വയർ. ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിരുന്നു ആൻസർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തു, പിന്നെ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തു. രണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തി. ഓക്കെ.
അടുത്തത് find the inverse Z transform of x of z, that is x of z equal to z inverse by 3 minus 4 z inverse plus z raised to minus 2. ROC is mod z greater than 1. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു ലോങ് ഡിവിഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിൽ ROC ശ്രദ്ധിക്കുക. ROC എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് സെറ്റ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ അതൊരു കോസൽ സീക്വൻസ് ആണ്. അപ്പോൾ ഒരു കോസൽ സീക്വൻസിൻ്റെ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും ഒന്നുകിൽ അസെൻഡിങ് പവറിൽ എഴുതണം, അതല്ലെങ്കിൽ ഡിസെൻഡിങ് പവറിൽ എഴുതണം. അസെൻഡിങ് പവറിലാണ് എഴുതണമെങ്കിൽ അത് സെഡ് ഇൻവേഴ്സിൻ്റെ ടേംസിൽ വേണം. ഡിസെൻഡിങ് പവറിലാണ് എഴുതണമെന്നുണ്ടെങ്കിൽ അത് സെഡിൻ്റെ ടേംസിലാവണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അസെൻഡിങ് പവർ ഓർഡറിൽ എഴുതുകയാണ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആ ഫോമാറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ലോങ് ഡിവിഷൻ മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലുള്ളത് സെഡ് ഇൻവേഴ്സ് ആണ്, ഡിനോമിനേറ്ററിൽ 3 മൈനസ് 4 സെഡ് ഇൻവേഴ്സ് പ്ലസ് സെഡ് റേസ് ടു മൈനസ് 2. ഇനി ഇതിനെ ഡിവിഷൻ നടത്താം, ലോങ് ഡിവിഷൻ നടത്താം. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ 3നെ ഇവിടെ നമുക്ക് സെഡ് ഇൻവേഴ്സ് ആൻസർ വരണം. 3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് സെഡ് ഇൻവേഴ്സ് ഇവിടെ വരിക? 1/3 സെഡ് ഇൻവേഴ്സ് ഉണ്ട്. ഇവിടെ 1/3 സെഡ് ഇൻവേഴ്സ് വന്ന് എന്ത് വരും? 1/3 സെഡ് ഇൻവേഴ്സ് ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് ഇൻവേഴ്സ് മൈനസ് 1/3. ഇത് എല്ലാ ടേമും നമ്മൾ എഴുതണം. 1/3 സെഡ് ഇൻവേഴ്സ് ഇൻറ്റു മൈനസ് 4 സെഡ് ഇൻവേഴ്സ് ദാറ്റ് ഈസ് മൈനസ് 4/3 സെഡ് റേസ് ടു മൈനസ് 2 പ്ലസ് 1/3 ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 3 ദാറ്റ് ഈസ് 1 പ്ലസ് 1/3 സെഡ് റേസ് ടു മൈനസ് 3. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സെഡ് ഇൻവേഴ്സ് മൈനസ് സെഡ് ഇൻവേഴ്സ് 0 ആവും. 0 മൈനസ് 4/3 സെഡ് റേസ് ടു മൈനസ് 2 എന്താവും? പ്ലസ് 4/3 സെഡ് റേസ് ടു മൈനസ് 2 ആവും. ഇവിടെ 0 മൈനസ് പ്ലസ് 1/3 സെഡ് റേസ് ടു മൈനസ് 3 എന്താവും? മൈനസ് 1/3 സെഡ് റേസ് ടു മൈനസ് 3 ആവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടേം കിട്ടണം. അടുത്ത ടേം എന്താണ്? ഇവിടെ നമുക്ക് 4/3 സെഡ് റേസ് ടു മൈനസ് 2 വരണം. ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 4/3 സെഡ് റേസ് ടു മൈനസ് 2 വരികയാണ്? ദാറ്റ് ഈസ് 4/9 സെഡ് റേസ് ടു മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4/9 സെഡ് റേസ് ടു മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 4/3 സെഡ് റേസ് ടു മൈനസ് 2 then 4/9 സെഡ് റേസ് ടു മൈനസ് 2 ഇൻറ്റു മൈനസ് 4 മൈനസ് 16/9 സെഡ് റേസ് ടു മൈനസ് 3 പ്ലസ് 4/9 സെഡ് റേസ് ടു മൈനസ് 2 ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 2 ഇൻറ്റു വരും 4/9 സെഡ് റേസ് ടു മൈനസ് 4. ഒന്നുമില്ല, നമ്മൾ ഈ ടേമിൽ ഓരോ ടേമും നമുക്കിപ്പോൾ ഫസ്റ്റ് 1/3 സെഡ് ഇൻവേഴ്സ് കിട്ടിയപ്പോൾ അതിനെ നമ്മൾ ഇതിലെ മൊത്തം ടേമിനെ ഈ ടേമിനെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുക, ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി അത് സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ആൻസർ എഴുതി. അടുത്തത് വീണ്ടും ഇവിടെ വരുന്ന ഈ ടേമിന് ഇത് 0 ആയി പോകണം. സെഡ് ഇൻവേഴ്സിൽ ഒരു ടേം കിട്ടി, ഇനി അടുത്ത സെഡ് റേസ് ടു മൈനസ് 2ലാണ് കിട്ടേണ്ടത്. അപ്പോൾ അടുത്ത ടേം കിട്ടണം. അതിന് വേണ്ടിയിട്ട് 4/3 സെഡ് റേസ് ടു മൈനസ് 2 വരും. അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിൽ എന്ത് വന്നു? എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1/3 സെഡ് ഇൻവേഴ്സ് പ്ലസ് 4/9 സെഡ് റേസ് ടു മൈനസ് 2 പ്ലസ് 13/27 സെഡ് റേസ് ടു മൈനസ് 3 മൈനസ് 40/81 സെഡ് റേസ് ടു മൈനസ് 4 ആൻഡ് എക്സെട്ര. അതങ്ങനെ നീണ്ടു പോവുകയാണ്. നമ്മളൊരു 4 ടേം വരെ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് 1ലുള്ള ടേം ആയിരിക്കും. അപ്പോൾ ഒറിജിനിൽ 0 ആണ്. 0, 1/3, 4/9, 13/27 മൈനസ് 40/87. ഇതാണ് എക്സ് ഓഫ് എൻ. ഓക്കെ, അപ്പോൾ അത് ലോങ് ഡിവിഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ എക്സ് ഓഫ് എൻ കണ്ടുപിടിച്ചത്. ഡിവിഷൻ നടത്തി. നമ്മൾ സാധാരണ ചെയ്യുന്ന ഡിവിഷൻ തന്നെ സെഡ് ഇൻവേഴ്സിൻ്റെ ഫോമാറ്റിൽ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു 3 സെഡ് ഇൻവേഴ്സ് ബൈ 1 മൈനസ് സെഡ് ഇൻവേഴ്സ് ഇൻറ്റു 1 മൈനസ് 2 സെഡ് ഇൻവേഴ്സ്. Given ROC is mod Z greater than 2. അപ്പോൾ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം ഇത് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെഡ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഈ തന്നിരിക്കുന്ന എച്ച് ഓഫ് സെഡ് ഈ ഫോമാറ്റിലേക്ക് മാറും. സെഡ് ഇൻവേഴ്സ് എന്നുള്ളത് സെഡ് ആവും. ഇവിടെ സെഡ് ഇൻറ്റു 1 മൈനസ് സെഡ് ഇൻവേഴ്സ് സെഡ് ഇൻ മൈനസ് 1, സെഡ് ഇൻറ്റു 1 മൈനസ് 2 സെഡ് ഇൻവേഴ്സ് സെഡ് മൈനസ് 2. ന്യൂമറേറ്ററിൽ 3 സെഡ് വന്നു. ദെൻ എച്ച് ഓഫ് സെഡ് ബൈ സെഡ് എന്താവും?
3 by z minus 1 into z minus 2. That is a by z minus 1 plus b by z minus 2. Okay, ഇനി by partial fraction നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. 3 equal to a into z minus 2 plus b into z minus 1 വരും. അതെങ്ങനെയാണ് വന്നത്? ഈ ഡിനോമിനേറ്ററിലുള്ള ടേം കൊണ്ട് RHSലെ മൾട്ടിപ്ലൈ ചെയ്തു, LHSലെ മൾട്ടിപ്ലൈ ചെയ്തു. LHSലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മൊത്തം ക്യാൻസൽ ആയിട്ട് 3 മാത്രം വരും. RHSലെ ഡിനോമിനേറ്റർ വരുന്ന ടേംസ് ക്യാൻസൽ ആയി പോകും. പിന്നെ a ഇൻറ്റു z മൈനസ് 2 വരും, ഇവിടെ b ഇൻറ്റു z മൈനസ് 1 വരും. ഇനി സെഡിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ കിട്ടും. ഈ ടേം 0 ആയി പോകും സെഡിന് 2 കൊടുത്താൽ. എക്ക് 1 കൊടുത്താലോ, ബിക്ക് 1 സെഡ് ഈക്വൽ ടു 1 കൊടുത്താൽ ബിയുടെ വാല്യൂ ഇവിടുത്തെ 0 ആയി പോയിട്ട് എ എന്താണെന്ന് കണ്ടുപിടിക്കാം. അതാണ് താഴെ ചെയ്തിട്ടുള്ളത്. സെഡിന് ഈക്വൽ ടു 2 കൊടുത്താൽ എന്ത് വരും? ബി ഈക്വൽ ടു 3 വരും. ഇനി സെഡിന് 1 കൊടുത്താലോ എ എന്ന് പറഞ്ഞാൽ -3. ഓക്കെ, അപ്പോൾ ഈ എയും ബിയും കണ്ടെത്തി. ഇനി നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ -3 by z minus 1 plus 3 by z minus 2. ദാറ്റ് ഈസ് ഇതിൻ്റെ h of z by z ആണിത്. ദെൻ h of z എന്താണ്? -3 into z by z minus 1 plus 3 into z by z minus 2. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കണം. അപ്പോൾ ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാനുള്ള ഫോമാറ്റിലേക്ക് ആയി നമ്മുടെ h of z. എല്ലാം z by എന്നുള്ളൊരു ഫോമാറ്റിലേക്ക് എത്തി. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മളൊരു സെഡിനെ h of z താഴെ എടുത്ത് വയ്ക്കുന്നത്, ലാസ്റ്റ് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ROC എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം സിസ്റ്റം കോസലാണ്. അപ്പോൾ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം വരുമ്പോൾ എന്ത് വരും? -3 u of n പ്ലസ് 3 into 2 raised to n u of n. ഇതിൽ 3 ഔട്ട് സൈഡ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ 1 minus 2 raised to n all into u of n. അതാണ് h of n. തന്നിരിക്കുന്ന h of z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ സെറ്റ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ്. h of n is equal to this 3 into 1 minus 2 raised to n u of n. Okay. അടുത്തത് determine the convolution sum of the two sequences x of n equal to 1 2 3 4 and h of n equal to 1 2 1. ഓക്കെ, ഇത് കൺവല്യൂഷൻ സം ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട്. ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത്. ഇതിലിപ്പോൾ എക്സ് ഓഫ് എന്നിൻ്റെ ലെങ്ത് എത്രയാണ്? എം എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 1 2 3 4 എലമെന്റ്സ് ആണ് ഇതിലുള്ളത്. എച്ച് ഓഫ് എന്നിൻ്റെ ഇത് ലെങ്ത് n ആണ്. n എന്ന് പറഞ്ഞാൽ 3 ആണ്. ദാറ്റ് ഈസ് 1 2 1 3 എലമെന്റ്സ് ആണ് ഇതിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൺവല്യൂഷൻ സമ്മിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? m plus n minus 1 ആണ്. ദാറ്റ് ഈസ് 4 plus 3 minus 1, 6 എലമെന്റ്സ് ഉണ്ടാവും. നോക്കാം നമുക്ക് ഐ ഓഫ് എൻ്റെ 6 എലമെന്റ്സ് ഉണ്ടോ? യെസ്, 6 എലമെന്റ്സ് ഉണ്ട്. നോക്കാം അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന്. ഇതാണ് നമ്മളൊരു ഇത് വരച്ചു, ഒരു കോളം വരച്ചു. എന്നിട്ട് അതിൽ ഏറ്റവും മുകളിൽ എക്സ് ഓഫ് എൻ എഴുതി 1 2 3 4. താഴോട്ട് എച്ച് ഓഫ് എൻ എഴുതി 1 2 1. എന്നിട്ട് ഓരോ എലമെന്റ് ഇതിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഈ എച്ച് ഓഫ് എന്നിലെ ആ ഫസ്റ്റ് എലമെന്റ് 1 എന്ന് പറയുന്ന എലമെന്റിനെ ഈ എക്സ് ഓഫ് എന്നിലെ ഓരോ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1 into 1 1, 1 into 2 2, 1 into 3 3, 1 into 4 4. അതുപോലെ 2 into 1 2, 2 into 2 4, 2 into 3 6, 2 into 4 8. ദെൻ വീണ്ടും അഗെയിൻ 1 വരുമ്പോൾ 1 2 3 4. ഇനി അതിനെ ഡയഗണലി സെപ്പറേറ്റ് ചെയ്തു. ഡയഗണലി സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ഡയഗണൽ ലൈൻ്റെ ഉള്ളിൽ വരുന്ന എലമെന്റ്സിനെ എടുത്ത് എഴുതി. ഇപ്പോൾ ഫസ്റ്റത്തെ ഇതിൽ 1 മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഡയഗണലായിട്ട് സെപ്പറേറ്റ് ചെയ്തപ്പോൾ 2ഉം 2ഉം വരും. അപ്പോൾ 2 plus 2 അത് രണ്ടും ആഡ് ചെയ്തിട്ട് എഴുതണം 4. അടുത്തിൽ 1 plus 4 plus 3 that is 8. Then 2 plus 6 plus 4 that is 12. Then 3 plus 8 11. Then again 4. ഇതാണ് കൺവല്യൂഷൻ സം. രണ്ട് സീക്വൻസസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൺവല്യൂഷൻ സം കണ്ടുപിടിക്കുന്ന മെത്തേഡ്. y ഓഫ് n നമുക്ക് അങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ എത്ര എലമെന്റ്സ് ഉണ്ട്? ഇതിൽ 6 എലമെന്റ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് m plus n minus 1 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് അത് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കൺവല്യൂഷൻ സം ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് x of n equal to 3 del of n plus 1 minus del of n plus 2 del of n minus 1 plus del of n minus 2 and h of n equal to
2 del of n minus 2 del of n minus 1 plus 2 del of n minus 2 plus del of n minus 3. രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൺവല്യൂഷൻ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. കൺവല്യൂഷൻ സമ്മിൻ്റെ ഇത് വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തൊട്ട് മുമ്പ് ചെയ്ത മെത്തേഡിലല്ല. ദാറ്റ് ഇസ് y of n എന്ന് പറഞ്ഞാൽ x of n കൺവല്യൂഷൻ h of n. അപ്പോൾ x of n കൺവല്യൂഷൻ h of n ആ സിഗ്നലിൽ തന്നിരിക്കുന്ന സിഗ്നൽ അതേപോലെ എഴുതി. ഇനി ഇതിലെ ഫസ്റ്റ് ടേമിനെ ഓരോ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് എഴുതി കഴിഞ്ഞാൽ മൈനസ് ഈ സെക്കൻഡ് ടേമിനെ അതിൽ ഓരോ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. അങ്ങനെ ഈ 4 ടേമിനും ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി. എന്നിട്ട് എന്ത് വേണം? എന്നിട്ട് അതിൻ്റെ കൺവല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ del of n plus 1 കൺവല്യൂഷൻ del of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ del of n minus of m plus k ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ എന്ത് പറയും? മൈനസ് വണ്ണും പ്ലസ് സീറോയും ചേർന്നിട്ട് മൈനസ് മൈനസ് വൺ, ദാറ്റ് ഈസ് പ്ലസ് വൺ വരും. 6 del of n plus 1 വരും. ആ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ പ്ലസ് വണ്ണും ഇവിടെ മൈനസ് വണ്ണാണ് ആഡ് ചെയ്താൽ 0 വരും. അപ്പോൾ 6 del of n. ഇവിടെ del of n plus 1ഉം മൈനസ് 2ഉം തന്നാൽ മൈനസ് 1 വരും. del of n minus 1. ഇവിടെ പ്ലസ് 1ഉം മൈനസ് 3ഉം ചെയ്താൽ 2 വരും. അങ്ങനെ എല്ലാ ടേമും കൺവല്യൂഷൻ നോക്കി ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് എടുത്തെഴുതി. പിന്നെ അതിലെ del of n-ൻ്റെ ടേം മാത്രം കണ്ടുപിടിച്ച് ക്ലബ് ചെയ്തിട്ട് ഒരുമിച്ച് എഴുതി. ദെൻ del of n minus 1 എഴുതി, del of n minus 2, n minus 3, അങ്ങനെ അപ് ടു del of n plus 1 വരെ എഴുതി. കാരണം അത്രയും ടേംസ് ആണ് ഇതിലുള്ളത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? കറസ്പോണ്ടിങ് y of n ആക്കിയിട്ട് എഴുതാണ്. അപ്പോൾ y of n ഈക്വൽ നമുക്ക് കിട്ടിയത് ഇതാണ്. 6 del of n plus 1 മൈനസ് 8 del of n മൈനസ് 12 del of n minus 1 മൈനസ് del of n minus 2 പ്ലസ് del of n minus 3 പ്ലസ് 4 del of n minus 4 പ്ലസ് del of n minus 5. ഓക്കെ, ഇനി ഇതിലൊക്കെ ഓരോന്നിൻ്റെയും ആ കോഎഫിഷ്യൻസിനെ എടുത്തെഴുതുക. n plus 1 6 മൈനസ് 8 മൈനസ് 12 മൈനസ് 1 പ്ലസ് 1 4 1. ഓക്കെ, ഇതിൽ del of n-ൻ്റെ കോഎഫിഷ്യൻ്റ് അതാണ് സീറോയിലുള്ള വാല്യൂ. അതാണ് ആരോ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് del of n plus 1 എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു മൈനസ് 1-ലുള്ള വാല്യൂ ആണ്. അതുകൊണ്ടാണ് y of n-ലെ ആരോ മാർക്കിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കൺവല്യൂഷൻ സമ്മിൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് the sequence is x of n equal to a raised to n u of n and y of n equal to minus a raised to n u of minus n minus 1 have same set transform but different ROC. രണ്ട് സിഗ്നൽ സീക്വൻസ് തന്നിട്ട് അതിന് സെയിം സെറ്റ് ട്രാൻസ്ഫോം ആണ്, പക്ഷേ ROC ഡിഫറെൻ്റ് ആണ്. അതൊന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഗിവൺ സീക്വൻസിൽ എക്സ് ഓഫ് എന്ന് പറയുന്നത് കോർഷ്യൽ സീക്വൻസ് ആണ്, പക്ഷേ ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഓഫ് എന്ന് പറയുന്നത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയിൽ അത് a raised to n ആണ്. n ലെസ് ദാൻ സീറോയിൽ അതിൻ്റെ വാല്യൂ 0 ആണ്. അതെന്തുകൊണ്ടാണ്? a raised to n ഇൻറ്റു യു ഓഫ് n ആണല്ലോ. യു ഓഫ് n എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയിലെ വാല്യൂ ഉള്ളൂ, ഈക്വൽ ടു 1 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഓഫ് എന്നും അങ്ങനെ തന്നെ വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയിൽ മാത്രമേ എക്സ് ഓഫ് n ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടാൽ എന്ത് വരും? സെറ്റ് ട്രാൻസ്ഫോം ഓഫ് a raised to n എക്സ് യു ഓഫ് n എന്ന് പറഞ്ഞാൽ sigma n equal to 0 to infinity a raised to n u of n z raised to minus n. That is sigma n equal to 0 to infinity a raised to n into z raised to minus n എഴുതാം. കാരണം u of n equal to 1 ആണ്. ഇതിലെ n ഔട്ട് പുറത്തേക്ക് കോമൺ പവർ ആയിട്ട് എഴുതിയ a z inverse all raised to n എഴുതാം. ഓക്കെ, ഇതിനെ ജോമെട്രിക്കൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് n equal to 0 to infinity അതിന് ഓരോ വാല്യൂസ് കൊടുത്ത് എന്ത് വരും? n equal to 0 കൊടുത്തത് 1 വരും. a raised to x raised to 0 1 ആണ്. ഏതൊരു വാല്യൂം raised to 0 1 ആണ്. അതുകൊണ്ട് അത് 1 ആയി. ദെൻ n equal to 1 അടുത്ത ടൈം n equal to 1 കൊടുത്താൽ a z inverse. അടുത്ത ടൈം n equal to 2 കൊടുത്താൽ a z inverse ഹോൾ സ്ക്വയർ. ദെൻ പ്ലസ് a z inverse ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര അങ്ങനെ. അപ്പോൾ ദിസ് ഇസ് എ ജോമെട്രിക് സീരീസ് ഓഫ് ഇൻഫൈനൈറ്റ് ലെങ്ത് ആൻഡ് കൺവേർജസ് ഇഫ് മോഡ് a z inverse ലെസ് ദാൻ 1. That is if mod z greater than a.
ഈ ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫിനിറ്റി വരെയാണ് ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. അത് കൺവേർജ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഏത് പോയിന്റിൽ അത് കൺവേർജ് ചെയ്യുക? ഈ എ സെഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 വന്നാൽ, അത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് ഡൈവേർജ് ചെയ്ത് പോവുകയുള്ളൂ. അങ്ങനെ ഇത് ലെസ് ദാൻ 1 ആണെങ്കിൽ അതെന്താ സംഭവിക്കുക? സെഡിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? അതായത് മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ എ എന്നായിരിക്കും, മോഡ് എ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു 1/a സെഡ് ഇൻവേഴ്സിൻ്റെ സെഡ് ട്രാൻസ്ഫോം സെഡ് ബൈ സെഡ് മൈനസ് എ ആണ്. അതിൻ്റെ ആർ ഒ സി ഓ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ മോഡ് എ ആയിരിക്കും. അപ്പോൾ ആർ ഒ സി എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ടു ദ സർക്കിൾ ആണ്, ടു ദ ഓഫ് റേഡിയസ് എ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സിഗ്നലിൻ്റെ സെറ്റ് ട്രാൻസ്ഫോമും കണ്ടു, അതിൻ്റെ ആർ ഒ സിയും കണ്ടു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സെക്കൻഡ് സിഗ്നലിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ഇതാണ്, പക്ഷേ ആർ ഒ സി ഡിഫറെൻ്റ് ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. കൺസിഡർ അടുത്ത സിഗ്നൽ എന്താ? y ഓഫ് n തന്നിട്ടുള്ളത് -a⁻n u ഓഫ് -n-1 ആണ്. u ഓഫ് -n-1 എന്ന് തന്നെ കണ്ടാൽ തന്നെ അറിയാം അത് നോൺ കോസൽ ആണ്, ഇൻഫൈനൈറ്റ് ഡ്യൂറേഷൻ സീക്വൻസ് ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? u ഓഫ് -n-1 ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് ഹാഫ് പ്ലെയിനിലാണ്, n< or =-1 നെഗറ്റീവ് y ആക്സിസിലാണ് അതിൻ്റെ വാല്യൂ ഉള്ളത്. അപ്പോൾ ആ സിസ്റ്റം ആൻറ്റി കോസലാവും. ഓക്കെ, നോൺ കോസലാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ എക്സ് ഓഫ് സെഡ് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. എക്സ് ഓഫ് സെഡ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് -a⁻n u ഓഫ് -n-1 എന്ന് പറഞ്ഞ സിഗ്നലിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം sigma n equal to -∞ to infinity -a⁻n u of -n-1 into z raised to -n. That is -infinity to -1 minus u raised to -n-1 എവിടെ മുതലാണ്? -∞ തൊട്ട് 1 വരെയാണുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? -∞ to -1 minus of a inverse z all raised to n എന്ന് എഴുതാം. ഈ മൈനസ് സൈൻ ഔട്ട്സൈഡ് എടുത്തു. a inverse z a raised to -n into z raised to n എങ്ങനെ എഴുതാം? a inverse into z all raised to n എഴുതാം. അപ്പോൾ ഇതൊരു ജോമെട്രിക് സീരീസ് തന്നെയാണ്. അത് കൺവേർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? a inverse z ലെസ് ദാൻ 1 ആവുമ്പോഴാണ്. ഓക്കെ, അതായത് മോഡ് z ലെസ് ദാൻ മോഡ് a. അപ്പോൾ എന്ത് എഴുതാം? ഇതിൻ്റെ എക്സ് ഓഫ് സെഡ് എങ്ങനെ എഴുതാം? ഇതിപ്പോൾ ഈ ഇക്വേഷൻ വരെ ഇതിനെ നമ്മൾ സെറ്റ് ട്രാൻസ്ഫോം കാണുകയാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. n equal to 1 to infinity ആണ്. നമ്മുടെ സെറ്റ് ട്രാൻസ്ഫോം ഇക്വേഷൻ 0 to infinity ആണുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് ആ ഫോമാറ്റിലേക്ക് മാറ്റി 0 to infinity a inverse z all raised to n എഴുതി. പിന്നെ n equal to 0ൽ വരുന്ന വാല്യൂ എന്താ? 1 ആണ്. അത് സബ്ട്രാക്ട് ചെയ്തു. ഇവിടെ 0 to infinity കൊടുത്ത കാരണം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് -1 0 എന്നുള്ള വാല്യൂ ഇതിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ വാല്യൂ നമ്മൾ സബ്ട്രാക്ട് ചെയ്താലാണ് ഇതിൻ്റെ വാല്യൂ n equal to 1 to infinity ആവുള്ളൂ. ഓക്കെ, അതിനെ മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതിങ്ങനെ വരും. 1 - sigma n equal to 0 to infinity a inverse z all raised to n. ദെൻ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - 1/1 - a inverse z. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ LC എടുത്ത് ചെയ്താൽ a inverse z divided by 1 - a inverse z എന്ന് വരും. അത് a inverse z ഇങ്ങനെ എഴുതാം 1/1 - a inverse z. That is equal to z by z minus a. അപ്പോൾ ആർ ഒ സി എന്താണ്? മോഡ് സെഡ് ലെസ് ദാൻ മോഡ് എ. കണ്ടു, നേരത്തെ കിട്ടിയ അതേ സെറ്റ് ട്രാൻസ്ഫോം തന്നെ കിട്ടി, പക്ഷെ ആർ ഒ സി മാറി. അതാണ് ആർ ഒ സി. a raised to n u of n ൻ്റെ ആർ ഒ സി ഔട്ട്സൈഡ് സർക്കിൾ ആയിരുന്നു. ആർ ഒ സി ഓഫ് -a raised to n u of -n-1 ഇൻസൈഡ് ഓഫ് ദ സർക്കിൾ ആയിരുന്നു. ഓക്കെ, set transform of sequences are same even though the sequences have different ROC. Okay, ഇതാണ് ROC യുടെ ഡയഗ്രാം. Okay, next question. Explaining the aliasing effect in sampled data system. Aliasing effect sample data systemത്തിലെ aliasing effectനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സിഗ്നല് ഓവർ സാമ്പിൾഡ് ആണോ അണ്ടർ സാമ്പിൾഡ് ആണോ എന്ന് അറിയുന്നത് അത് നിക്വസ്റ്റ് റേറ്റിനേക്കാളും ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഓവർ സാമ്പിൾഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പിൾ ചെയ്തിരിക്കുന്നത് ഒരു സിഗ്നലിനെ സാമ്പിൾ ചെയ്തേക്കുന്നത് ഗ്രേറ്റർ ദാൻ നിക്വസ്റ്റ് റേറ്റ് വരുമ്പോഴാണ്. ഓക്കെ, ഇനി അതല്ല സിഗ്നൽ സാമ്പിൾഡ് അറ്റ് ലെസ് ദാൻ ഇറ്റ്സ് നിക്വസ്റ്റ് റേറ്റ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി അണ്ടർ സാമ്പിൾഡ്.
ഓക്കെ, അതായത് ഏലിയാസിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമേഗ എസ് സാമ്പിളിംഗ് ഫ്രീക്വൻസി <2 ω m ആയി കഴിഞ്ഞാൽ എന്ത് വരും? ഈ ഫ്രീക്വൻസി കമ്പോണൻസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വരും. അതായത് അതിനെയാണ് ഏലിയാസിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഏലിയാസിങ് നടന്നു കഴിഞ്ഞാൽ ലോ പാസ് ഫിൽറ്റർ വെച്ച് ആ സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫിൽറ്റർ ചെയ്തിട്ട് ഒറിജിനൽ സിഗ്നൽ കിട്ടില്ല. ആ ഓവർലാപ്പ് ചെയ്ത റീജിയൻ നമുക്ക് മിസ്സായി പോകും. അതാണ് ഏലിയാസിങ് എന്ന് പറയുന്നത്. ഏലിയാസിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒക്കറൻസ് ഓഫ് ഓവർലാപ്പിംഗ് റീജിയൻ ഇൻ ദ ഫ്രീക്വൻസി സ്പെക്ട്രം. ഓക്കെ, ഇനി ഏലിയാസിങ് ഒക്കർ ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് 2 റീസൺ ആണുള്ളത്. അത് സാമ്പിൾ ചെയ്യുന്ന സിഗ്നൽ ഇറ്റ് ഈസ് നോട്ട് ബാൻഡ് ലിമിറ്റഡ് ടു എ ഫൈനൈറ്റ് റേഞ്ച് ആൻഡ് ദ സാമ്പിളിംഗ് റേറ്റ് ഈസ് ടു ലോ. ഈ 2 കണ്ടീഷനിലും ഏലിയാസിങ് വരാം. ഇനി ഇങ്ങനെ ഏലിയാസിങ് വരാതിരിക്കാൻ ചെയ്യാവുന്ന 2 കാര്യങ്ങൾ എന്താണ്? ഇത് വരുന്ന അതേ കാരണങ്ങൾ തന്നെ അത് റിമൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി ബാൻഡ് ലിമിറ്റഡ് ആവണം. അതുപോലെ എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2FM. ഇവിടെ ഒമേഗ എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ω m ആണ്. അണ്ടർ സാമ്പിൾഡ് കണ്ടീഷൻ ആണ്. അപ്പോഴാണ് ഏലിയാസിങ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇല്ലാതെയാക്കണം. അതായത് എഫ് എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2FM ആക്കണം. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി സ്പെക്ട്രം ഓഫ് സാമ്പിൾഡ് സിഗ്നൽ എക്സ് ഓഫ് ടി. ഇതാണ് ഫ്രീക്വൻസി സ്പെക്ട്രം. അണ്ടർ സാമ്പിൾഡ് സിഗ്നലാണിത്, ഒമേഗ എസ്. അപ്പോൾ ഓവർലാപ്പിംഗ് വന്നാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഏലിയാസിങ് എഫക്റ്റ്. ഇനി അടുത്ത ലിസ്റ്റ് എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ. ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താ? എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എച്ച് ഓഫ് എൻ കൺവല്യൂഷൻ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താ? നമ്മൾ സാധാരണ പറയുന്ന മാത്സിൽ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി തന്നെ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ x1 ഓഫ് എൻ കൺവല്യൂഷൻ ഓഫ് x2 of n in plus x3 of n is equal to x1 of n convolution x2 of n plus x1 of n convolution x3 of n. Then associative property എന്ന് പറഞ്ഞാലോ x1 of n convolution x2 of n convolution x3 of n equal to x1 of n convolution x2 of n convolution x3 of n. Then shifting property of x1 of n convolution x2 of n നമുക്ക് z of n എഴുതാം. Then x1 of n convolution x2 of n minus n0 എന്ന് പറയുന്നത് എന്താവും? z of n minus n0. അതായത് ഇവിടെ x2 എന്ന് പറയുന്ന സിഗ്നൽ n എന്ന് n minus n0 ഷിഫ്റ്റ് ചെയ്താൽ അതിൻ്റെ കൺവല്യൂഷനും എന്താവും? n എന്നുള്ളത് n minus n0 ആയിട്ടുണ്ടാവും. അതേപോലെ ഇപ്പോൾ ഇത് സെക്കൻഡ് സിഗ്നലാണ് ടൈം ഷിഫ്റ്റ് വന്നത്. ഇത് ഫസ്റ്റ് സിഗ്നലിൽ വരികയാണെങ്കിലും അതുപോലെ തന്നെ n എന്നുള്ളത് n1 ഷിഫ്റ്റ് ചെയ്താൽ അതിൻ്റെ കൺവല്യൂഷനും n എന്നുള്ളത് n1 ഷിഫ്റ്റ് ചെയ്യും. ഇനി 2 സിഗ്നലിലും ആ ഷിഫ്റ്റ് വന്നാൽ എന്ത് വരും? n minus n0 എന്ന് വരും. ദാറ്റ് ഈസ് ദ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഇതാണ് ലിസ്റ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, പ്രൂഫ് ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ഡിസ്ക്രീറ്റ് കൺവല്യൂഷൻ. ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. അതിൻ്റെ പ്രൂഫാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ h1 ഓഫ് എൻ കൺവല്യൂഷൻ h2 ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ h1 ഓഫ് എൻ കൺവല്യൂഷൻ h2 ഓഫ് എൻ. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിലുള്ള ടേമിനെ f1 ഓഫ് എൻ എഴുതാം. എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ h1 ഓഫ് എന്നെ f1 ഓഫ് എൻ എഴുതി. ദെൻ h1 ഓഫ് എൻ കൺവല്യൂഷൻ h2 ഓഫ് എന്നെ ഇതിനെ f2 ഓഫ് എൻ എന്നും എഴുതി. അങ്ങനെയാണെങ്കിൽ f1 ഓഫ് എൻ എന്ത് എഴുതാം? കൺവല്യൂഷൻ്റെ ഫോർമുല സിഗ്മ k equal to minus infinity to infinity x of k into h1 of n minus k. f2 of n ആണെങ്കിൽ അത് സിഗ്മ k equal to minus infinity to infinity h1 of k into h2 of n minus k. ഓക്കെ, ഇനി എൽ എച്ച് എസിലെ ടേം എടുത്ത് എഴുതി. അതെന്ന് പറഞ്ഞാൽ എന്ത് വരും? f1 of n കൺവല്യൂഷൻ h2 of n. ഈ ടേമിനെ മൊത്തത്തിൽ നമ്മൾ f1 of n റെപ്രസെൻറ്റ് ചെയ്തു. ഇതിനെ കൺവല്യൂഷൻ്റെ ഫോമാറ്റിൽ എങ്ങനെ എഴുതാം? സിഗ്മ m equal to minus infinity to infinity f1 of n h2 of n minus k എന്ന് എഴുതാം. ഓക്കെ, ഇനിയോ ഈ f1 of n എന്നുള്ളതിന് എന്തെന്ന് എഴുതാം? f1 of n എന്നുള്ളതിന് ഈ ഇക്വേഷന് ഈ ഫസ്റ്റ് നമ്മൾ എഴുതിയ എക്സ്പ്രഷനിൽ കൊടുക്കാം. അപ്പോൾ 2 സമ്മേഷൻ വരും. 2 സമ്മേഷൻ വന്നു. 2 സമ്മേഷനിലും സമ്മേഷൻ ഇൻ്റർചേഞ്ച് ചെയ്തു. എക്സ് ഓഫ് കെയുടെ സമ്മേഷനെ പുറത്തേക്ക് എടുത്തു.
എമ്മിൻ്റെ സമ്മേഷനെ ഉള്ളിലോട്ട് എടുത്തു. എന്നിട്ട് എം മൈനസ് കെ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എം മൈനസ് കെക്ക് അവർ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എം ഇൻഫിനിറ്റി ആകുമ്പോൾ ആർ എന്ത് വരും? ഇൻഫിനിറ്റി ആവും. ദെൻ എം ഈക്വൽ ടു കെ പ്ലസ് ആർ. എം മൈനസ് കെ ആണ് ആറ്. ദെൻ എം ഈക്വൽ ടു കെ പ്ലസ് ആർ. ദാറ്റ് ഈസ് എം ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ ഇൻറ്റു സിഗ്മ ആർ എം മൈനസ് കെ ആറിലോട്ട് മാറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ടു ഓഫ് ആർ ഇൻറ്റു എച്ച് ടു ഓഫ് എൻ മൈനസ് കെ മൈനസ് ആർ. അതായത് എം എന്ന് പറയുന്ന ടേമിനെ നമ്മൾ മാറ്റിയിട്ട് ആറിൻ്റെ ടേംസിലേക്ക് മാറ്റി. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ടു ഓഫ് എൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? സിഗ്മ എൻ ആർ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് വൺ ഓഫ് ആർ ഇൻറ്റു എച്ച് ടു ഓഫ് എൻ മൈനസ് കെ മൈനസ് ആറിന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എഫ് ടു ഓഫ് എൻ ഇതാണ് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട്. എഫ് ടു ഓഫ് എൻ മൈനസ് കെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇതിൽ തന്നെ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് വൺ ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ടു ഓഫ് എൻ എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? സിഗ്മ കെ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ. ഈ ടേമിന് എന്തെന്ന് എഴുതാം? എഫ് ടു ഓഫ് എൻ മൈനസ് കെ എന്ന് എഴുതാം. ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, ഇതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എഫ് ടു ഓഫ് എൻ ആണ്. എഫ് ടു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് വൺ ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ടു ഓഫ് എൻ ആണ്. അപ്പോൾ പ്രൂഫായി. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിലൂടെ നമ്മൾ മൊഡ്യൂൾ 4-ലെ പാർട്ട് ബിയിലെ PYQ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക.